ഹലോ ഗൈസ്, എല്ലാവരും ദീപാവലിയൊക്കെ അടിച്ചു പൊളിച്ചോ? ഞങ്ങളിതാ ഒരു ദീപാവലി നൈറ്റിന് പോവാണ്. ഇത് ആക്ച്വലി ദീപാവലിക്ക് മുന്നേ ഷൂട്ട് ചെയ്ത വ്ളോഗാണ്. സമയമില്ലാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ദീപാവലിയൊക്കെ കഴിഞ്ഞു പോയെന്നേ ഉള്ളൂ. മുംബൈയിലായിരുന്നപ്പോൾ അന്നൊക്കെ ദീപാവലി സെലിബ്രേഷൻ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ എല്ലാവരും കൂടി ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു സൊസൈറ്റി ഫുള്ളും ആഘോഷിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു മെമ്മറി തന്നെയായിരുന്നു കേട്ടോ. തണുപ്പായതുകൊണ്ട് തന്നെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള എല്ലാം തന്നെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊക്കെ ഇട്ട് വേഗം ഒന്ന് റെഡിയാവാം. അങ്ങനെ ഒന്ന് വട്ടം കറങ്ങിയപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ദീപാവലി സെലിബ്രേഷൻ മാത്രമല്ല, ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. നമ്മുടെ കൂട്ടുകാരൊക്കെ വരുന്നത് ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ്. അതിന് മുന്നേ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി നമ്മുടെ ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഹാൾ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ സെലിബ്രേഷൻ നടക്കുന്നത് കേട്ടോ. ഇൻഡോർ സെലിബ്രേഷൻ ആണ്. അപ്പം അവിടേക്ക് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം ചെല്ലണം. രാത്രിയല്ലേ, മഞ്ഞല്ലേ, തണുപ്പല്ലേ, അതുകൊണ്ട് ഒരു ജാക്കറ്റ് കൂടി ഇട്ടേക്കാന്ന് വിചാരിച്ചു. വെറുതെ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ. അങ്ങനെ ജാക്കറ്റ് ഇട്ട് സെറ്റായി നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം പോയപ്പം വിശാഖ കുറച്ച് ഷർട്ട്സൊക്കെ അവിടെ ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും സെയിലായി പോയില്ലെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുന്നത്. നമുക്ക് നവംബർ എൻഡിൽ ഒരു ഫോമൽ ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് 2 പേർക്കും ഫോമൽ ഡ്രസ്സ് വാങ്ങിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത എൻ്റെ ഒഴിവാണ്. ഞാൻ നേരെ ക്യൂസിലേക്കാണ് വന്നത്. ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ കണ്ടുവച്ചൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് ഹരിച്ചും കുണിച്ചും ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തത് കേട്ടോ. അയ്യോ, അപ്പം നമുക്ക് ഇങ്ങനെ നിന്നാൽ പോരല്ലോ, ദീപാവലി സെലിബ്രേഷൻ്റെ അവിടെ പോകണ്ടേ. അതിനി നമുക്ക് അടുത്ത പാട്ടിൽ കാണാം.